കാറ്റ് അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിലേക്ക് വായു തിരശ്ചീനമായി ചലിക്കുന്നതിനാണ് കാറ്റ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഹൈ പ്രഷർ പ്രദേശങ്ങളിൽ നിന്ന് ലോ പ്രഷർ പ്രദേശങ്ങളിലേക്ക് വായു ഹൊറിസോണ്ടലി ചലിക്കുന്നതിനാണ് കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വായുവിന് ലംബമായിട്ടുള്ള ചലനത്തെയാണ് വായു പ്രവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലി ചലിക്കുകയാണെങ്കിൽ അത് കാറ്റ്, ലംബമായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലി ചലിക്കുകയാണെങ്കിൽ എന്ത് പറയും? വായു പ്രവാഹം അല്ലെങ്കിൽ എയർ കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വായു വെർട്ടിക്കലായിട്ട് ചലിക്കുകയാണെങ്കിൽ അത് വായു പ്രവാഹവും ഹൊറിസോണ്ടലായിട്ട് ചലിക്കുന്നത് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റിൻ്റെ കാരണങ്ങൾ മർദ്ദവ്യത്യാസവും സൂര്യതാപവും. മർദ്ദവ്യത്യാസം പ്രഷർ ഗ്രേഡിയന്റ് കാറ്റുണ്ടാകാനുള്ള അടിസ്ഥാന കാരണം അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യത്യാസമാണ്. മർദ്ദവ്യത്യാസം കൂടുന്നതോറും കാറ്റിൻ്റെ വേഗതയും കൂടുന്നു. അപ്പോൾ മർദ്ദവ്യത്യാസം കൂടുമ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുന്നതും മർദ്ദവ്യത്യാസമാണ് പ്രധാനമായിട്ട് കാറ്റുണ്ടാകാനുള്ള കാരണം. പിന്നെ വേറൊന്ന് സൂര്യതാപം. സൂര്യതാപം ഇങ്ങനെയാണ്, ഭൂമിയുടെ ഉപരിതലം ഒരുപോലെയല്ല ചൂട് പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിലയിടങ്ങളിൽ കൂടുതൽ ചൂട് ലഭിക്കും. അപ്പോൾ അവിടെ എന്ത് പറ്റും? വായു വികസിച്ച് മർദ്ദം കുറയും. ഇനി ചില സ്ഥലത്ത് പതുക്കെ ചൂട് കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വായു തണുത്ത് സാന്ദ്രത കൂടി മർദ്ദം വർദ്ധിക്കും. അപ്പം അവിടെ മർദ്ദവ്യത്യാസമുണ്ട്. അപ്പോൾ സൂര്യതാപം കാറ്റുണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ്. ഇനി കാറ്റിൻ്റെ വേഗതയും ദിശയും. കാറ്റിൻ്റെ വേഗത അളക്കുന്നത് അനിമോമീറ്ററാണ്. ദിശ അറിയാനുള്ളത് വിൻഡ് വെയിനാണ്. കാറ്റ് എന്നത് ഏത് ദിശയിൽ നിന്ന് വരുന്നു ആ ദിശയുടെ പേരിലാണ് കാറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് വരുവാണെങ്കിൽ അത് പടിഞ്ഞാറൻ കാറ്റ് എന്ന് അറിയപ്പെടുന്നു. കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദചരിവ് ബലം, കോറിയലിസ് ബലം, ഘർഷണം എന്നിവ. മർദ്ദചരിവ് ബലം എങ്ങനെയാണ് കാറ്റിനെ സ്വാധീനിക്കുന്നത്? അപ്പം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള മർദ്ദവ്യത്യാസത്തിൻ്റെ ശക്തിയാണ് മർദ്ദചരിവ് ബലം നടത്തുക. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള കാറ്റിൻ്റെ മർദ്ദവ്യത്യാസം, ആ മർദ്ദവ്യത്യാസത്തിൻ്റെ ശക്തിയാണിത്. ഈ ബലം കൂടുന്നതനുസരിച്ച് എങ്ങനെയാണ് കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നത്? മർദ്ദചരിവ് ബലം കൂടുമ്പോൾ കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നു. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉള്ള മർദ്ദ വ്യത്യാസത്തിൻ്റെ നിരക്കാണ്. അപ്പോൾ ഇത് കൂടുമ്പോൾ കാറ്റിൻ്റെ വേഗതയും കൂടുന്നു. കോറിയലിസ് ബലം എന്താണ്? മൂവ്മെന്റ് പ്രമാണം അല്ലെങ്കിൽ റൊട്ടേഷൻ കാരണം കാറ്റുകളുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ ഈ പ്രതിഭാസത്തിന് കാരണമാകുന്ന ബലമാണ് കോറിയലിസ് ബലം. അപ്പം എങ്ങനെയാണ് ഭ്രമണം മൂലം ഭൂമിയുടെ ഭ്രമണം മൂലം കാറ്റുകളുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതാണ് കോറിയലിസ് ബലം. ഇനി ഫെറൽസ് നിയമം. എന്താണ് ഫെറൽസ് നിയമം? കോറിയലിസ് ബലം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ അവയുടെ സഞ്ചാരപാതയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരപാത ഇടത്തോട്ടും വ്യതിചലിക്കുന്നത്. ഇതാണ് ഫെറലിൻ്റെ നിയമം. അപ്പം അതിന് കാരണം എന്താണ്? കോറിയലിസ് ബലമാണ്. അപ്പം സഞ്ചാരപാതയ്ക്ക് വലത്തോട്ട് സഞ്ചരിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ, സഞ്ചാരപാതയിൽ ഇടത്തോട്ട് സഞ്ചരിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ. അങ്ങനെ അതാണ് ഫെറൽസ് നിയമം. അപ്പോൾ ഈ ബലം ഭൂമധ്യരേഖയിലെ പൂജ്യവും ധ്രുവങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കോറിയലിസ് ബലം ഭൂമധ്യരേഖയിലെ പൂജ്യവും അതുപോലെ ധ്രുവങ്ങളിൽ ഏറ്റവും കൂടുതലായിരിക്കും. ഇനി ഘർഷണം. ഭൂമിയുടെ ഉപരിതലത്തിലെ പർവ്വതങ്ങൾ, താഴ്വരകൾ, മരങ്ങൾ തുടങ്ങിയവ കാറ്റിനെ വേഗതയെ കൂട്ടുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ മരങ്ങൾ, പർവ്വതങ്ങൾ എന്നിവ പർവ്വതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഘർഷണം അവിടെ കൂടുതലായിരിക്കും. അപ്പം കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും. എന്നാൽ സമുദ്രോപരിതലത്തിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വളരെ വേഗത ലഭിക്കുന്നു. കാറ്റുകളുടെ വർഗ്ഗീകരണം. കാറ്റുകളെ പ്രധാനമായിട്ടും 4 ആയിട്ട് തിരിക്കാം. 1 സ്ഥിരവാതകങ്ങൾ, കാലികവാതകങ്ങൾ, പിന്നെ 3 പ്രാദേശിക വാതകങ്ങൾ, 4 അസ്ഥിരവാതകങ്ങൾ. സ്ഥിരവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ്. അപ്പം സ്ഥിരവാതകങ്ങൾ അല്ലെങ്കിൽ പെർമനൻറ്റ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് വർഷം മുഴുവൻ ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ്. അപ്പോൾ ഒരേ ദിശയിൽ വർഷം മുഴുവൻ വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാതകങ്ങൾ. ആഗോള മർദ്ദമേഖലകളിലാണ് ഇവ രൂപം കൊള്ളുന്നത്. ഇനി ഈ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾക്ക് ഇതിന് ഉദാഹരണമാണ്. വാണിജ്യവാദങ്ങൾ ഉപോഷ്ണീയ ഊർജ്ജമർദ്ദ മേഖലയിൽ നിന്ന്, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽസ് 30 ഡിഗ്രി എന്ന ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി അങ്ങനെ അങ്ങോട്ട് വീശുന്ന കാറ്റാണ് വാണിജ്യവാദങ്ങൾ. എങ്ങനെയാണ്? ഉപോഷ്ണീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇവ വടക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളായും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളായിട്ടും വീശുന്നു. വാണിജ്യവാദങ്ങൾ എങ്ങനെയാണ്? 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക്, അതായത് ഉപോഷ്ണീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഇവ വടക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളായും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇവ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളായിട്ട് അറിയപ്പെടുന്നു. ഇനി പശ്ചിമവാദങ്ങൾ ഉപോഷ്ണീയ പശ്ചിമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നതാണ്. അതായത് 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്നതാണ് ഉപോഷ്ണീയ ഉച്ചമർദ്ദ മേഖല. ഏതാണ്? 30 ഡിഗ്രി. അപ്പോൾ അതിൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, അതായത് സബ് പോളാർ ലോ പ്രഷർ ബെൽസ് 60 ഡിഗ്രിയിലേക്ക് വീശുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗങ്ങൾ കുറവായതിനാൽ വളരെ ശക്തമായി വീശുന്നു. ഇവയ്ക്ക് പ്രത്യേക പേരുകളുണ്ട്. റോറിംഗ് 40സും ഫ്യൂരിയസ് 50സും. റോറിംഗ് 40s 40 ഡിഗ്രി തെക്കക്ഷാംശം, ഫ്യൂരിയസ് 50s 50 ഡിഗ്രി തെക്കക്ഷാംശം, പിന്നെ ഷ്രീക്കിംഗ് 60s അത് 60 ഡിഗ്രി തെക്കക്ഷാംശം. അപ്പോൾ ഈ പശ്ചിമവാദങ്ങളുടെ മറ്റു പേരുകളാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. അതെന്തുകൊണ്ട്? ഇവ കരഭാഗങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ കുറവാണ്. അപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗങ്ങൾ കുറവായതുകൊണ്ട് ഇവ വളരെ ശക്തമായിട്ട് വീശുന്നുണ്ട്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ പോളാർ ഈസ്റ്റർ ലൈൻ. ധ്രുവ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്, അതായത് പോളാർ ഹൈ പ്രഷർ ബെൽസ് അത് 90 ഡിഗ്രി, അതിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അതായത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽസ് 60 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയിൽ നിന്ന് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയായ 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. രണ്ടാമത് കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് സീസണൽ വിൻഡ്സ്. ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണിവ. മൺസൂൺ കാറ്റുകൾ, കടൽക്കാറ്റ്, ഇതൊക്കെ പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, ഇതൊക്കെ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പം മൺസൂൺ കാറ്റുകൾ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. മൺസൂൺ കാറ്റ് കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ 6 മാസം കടലിൽ നിന്ന് കരയിലേക്കും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, അടുത്ത 6 മാസം കരയിൽ നിന്ന് കടലിലേക്കും വീശുന്നു. അപ്പം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എങ്ങനെയാണ്? കടലിൽ നിന്ന് കരയിലേക്കാണ്. ഇനി കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പോൾ മൺസൂൺ കാറ്റുകൾ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഋതുക്കനുസരിച്ച് മാറുന്നു. 6 മാസം കൂടുമ്പോൾ 6 മാസം കടലിൽ നിന്ന് കരയിലേക്കും 6 മാസം കടലിൽ നിന്ന് കരയിലേക്കും വീശുന്നു. 6 മാസം കടലിൽ നിന്ന് കരയിലേക്കും 6 മാസം കരയിൽ നിന്ന് കടലിലേക്കും വീശുന്നു.
കരക്കാറ്റും കടൽക്കാറ്റും. പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടാവുന്നതിനാൽ അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാകത്തില്ല, അപ്പോൾ അവിടെ ന്യൂനമർദ്ദം വരുന്നു. അപ്പോൾ കടലിൽ ഉച്ചമർദ്ദമായതിനാൽ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. അപ്പോൾ പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടാവുന്നു. അപ്പോൾ ന്യൂനമർദ്ദം എവിടെയായിരിക്കും? കരയിലായിരിക്കും. കടലിൽ ഉച്ചമർദ്ദമായിരിക്കും. അപ്പം കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ്. കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. ഇനി കരക്കാറ്റ് എന്താ? കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നു. അപ്പോൾ രാത്രിയിൽ കര വേഗത്തിൽ തണുക്കുമ്പോൾ അവിടെ ഉച്ചമർദ്ദവും കടലിൽ ന്യൂനമർദ്ദമായിരിക്കും. അപ്പോൾ കാറ്റ് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നു. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നതാണ് കരക്കാറ്റ്. പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. താഴ്വരക്കാറ്റ്. പകൽ സമയത്ത് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം വേഗത്തിൽ ചൂടാവുന്നതിനാൽ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കാറ്റ് വീശുന്നു. അതാണ് താഴ്വരക്കാറ്റ്. ഇനി പർവ്വതക്കാറ്റ് എങ്ങനെയാണ്? രാത്രി കാലങ്ങളിൽ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം വേഗം തണുക്കുന്നതുകൊണ്ട് മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് കാറ്റ് വീശുന്നു. അതിനാണ് പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രാദേശിക വാദങ്ങൾ. ഒരു പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് ഇവ പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പ്രാദേശിക വാദങ്ങൾ, ലോക്കൽ എൻസർ, പ്രത്യേക പ്രദേശത്ത് വീശുന്നതാണ് പ്രാദേശിക വാദങ്ങൾ. ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനൽക്കാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഇത് എവിടെയാണ് വീശുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഇനി ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്ക് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവുകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. അപ്പോൾ ചിനൂക്ക് എവിടെയാണ് വീശുന്നത്? വടക്കേ അമേരിക്കയിലെ എവിടെയാണ്? റോക്ക് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവുകളിൽ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്ക് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവുകളിൽ വീശുന്ന എങ്ങനെയുള്ള കാറ്റാണ്? ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഫോൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ. അപ്പോൾ യൂറോപ്പിലെ വീശുന്ന കാറ്റാണ് ഫോൻ. വടക്കേ അമേരിക്കയിൽ വീശുന്നത് ചിനൂക്ക്. ഉത്തരേന്ത്യയിൽ വീശുന്നത് ലൂ. ഫോനും ഒരു ഉഷ്ണക്കാറ്റാണ്. ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്നു. ഇനി സിറോക്കോ എന്താണ്? സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിൽ കടന്ന് യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറോക്കോ വീശുന്നത് എങ്ങോട്ടാണ്? സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് വീശുന്നതാണ് സിറോക്കോ. അത് ഉഷ്ണക്കാറ്റാണ്. ഇനി മിസ്ട്രൽ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് ഫ്രാൻസിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ. മിസ്ട്രലിൻ്റെ പ്രത്യേകത എന്താണ്? അത് ശീതക്കാറ്റാണ്. മിസ്ട്രൽ ശീതക്കാറ്റാണ്. അത് എങ്ങോട്ട് വീശുന്നു? യൂറോപ്പിലെ ആൽപ്സിൽ നിന്ന് ഫ്രാൻസിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്കാണ് വീശുന്നത് മിസ്ട്രൽ. മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന കാറ്റുകൾ ഏതൊക്കെയാണ്? മിസ്ട്രലാണ്. മിസ്ട്രൽ ഒരെണ്ണം. പിന്നെ സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് വീശുന്നതാണ് സിറോക്കോ. കാൽബൈശാഖി. പശ്ചിമ ബംഗാളിലും പരിസര പ്രദേശങ്ങളിലും ഇടിയോടുകൂടി ശക്തമായ കാറ്റും മഴ ഉണ്ടാക്കുന്ന കാറ്റാണ് കാൽബൈശാഖി. അപ്പോൾ ഇതിൽ ലൂ, ചിനൂക്ക്, ഫൊൻ, സിറോക്കോ ഇവയൊക്കെ ഉഷ്ണക്കാറ്റാണ്. മിസ്ട്രൽ എന്ന് പറയുന്നത് ശീതക്കാറ്റാണ്. അത് എവിടെ വീശുന്നത്? യൂറോപ്പിലെ ആൽപ്സിൽ നിന്ന് ഫ്രാൻസ് കടന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്നു. സിറോക്കയോ സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിൽ വഴി എവിടെ? യൂറോപ്പിലേക്ക് വീശുന്നു. കാൽബൈശാഖി പശ്ചിമ ബംഗാളിൽ വീശുന്ന ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന ഒരു കാറ്റാണ് കാൽബൈശാഖി പശ്ചിമ ബംഗാളിൽ. ഇനി അസ്ഥിരവാദങ്ങൾ എന്ന് വേരിയബിൾ വിൻഡ്സ്. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങൾ, പ്രതിചക്രവാദം. ചക്രവാദം എന്താണ്? ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ലോ പ്രഷർ സെൻറ്ററിന് ചുറ്റും അതിശക്തമായി വീശുന്ന കാറ്റാണ്. ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ലോ പ്രഷർ സെൻറ്ററിന് ചുറ്റും അതിശക്തമായിട്ട് വീശുന്ന കാറ്റാണ്. ഉത്തരാർദ്ധ ഗോളത്തിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത്